CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദയംപേരൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും തൃപ്പൂണിത്തുറ MLAയുമായ M. സ്വരാജ് CPIക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. കടലിലെ മത്സ്യങ്ങൾക്കൊരിക്കലും കൈത്തോട്ടിലേക്ക് പോകാനാകില്ല എന്ന് സ്വരാജ് തുറന്നടിച്ചു. CPIM-ൽ നിന്ന് CPI-യിലേക്ക് അതായിരുന്നു വാചകം. കടലിലെ മത്സ്യത്തിന് ഒരിക്കലും കൈത്തോട്ടിലേക്ക് പോകാനാവില്ല. അങ്ങനെ പോകാൻ എവിടെ CPI? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു CPI-കാരനെ കാണുന്നത്. അതെവിടുന്ന് അറിയുമോ? യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോയപ്പോഴാണ്. തുടർന്ന് സംസാരിച്ച P. രാജീവും CPIക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. CPM മറ്റു പാർട്ടിയിൽ നിന്ന് പ്രവർത്തകരെ ചേർക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജില്ലയിൽ നമുക്കൊരു പ്രധാന ഘടകകക്ഷി തന്നെ ഇല്ലാതാകുമെന്നായിരുന്നു P. രാജീവിന്റെ പരാമർശം. ഞങ്ങൾ വേറെ ആരെയും വിളിക്കുന്നില്ല. ഉറപ്പിച്ച് വിളിച്ചാൽ പിന്നെ നമുക്ക് ജില്ലയിൽ ഒരു ഘടകകക്ഷി ഉണ്ടാവില്ല. ഉദയംപേരൂരിൽ CPM-യുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ടിരുന്നു. CPM നിലപാടിൽ പ്രതിഷേധിച്ച് 2000-ഓളം പ്രവർത്തകർ പാർട്ടിയിൽ ചേർന്നുവെന്നായിരുന്നു CPIയുടെ അവകാശവാദം. പാർട്ടിയിൽ ചേർന്നവർക്കായി ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തന്നെ രംഗത്തെത്തിയത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും CPM ജില്ലാ സെക്രട്ടറിയും പ്രധാന ഘടകകക്ഷിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ LDF-നുള്ളിൽ വരും ദിവസങ്ങളിൽ തുറന്ന വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പായി. റിപ്പോർട്ടർ, കൊച്ചി.